Hello students, നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞു നിർത്തിയത് Fourier series ന്റെ conditions for convergence എന്നുള്ളൊരു തിയറം ആണ്. അതായത് ഒരു Fourier series എപ്പോഴാണ് കൺവെർജന്റ് ആവുക, അതുപോലെ തന്നെ കൺവെർജസ് ടു ഏത് പോയിന്റ് ആണ് എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, പീരിയോഡിക് എക്സ്റ്റൻഷൻ വരുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് the Fourier series representing f of x equal to x on the interval closed interval minus pi to pi. Deduce that 1 minus 1 by 3 plus 1 by 5 minus 1 by 7 plus etc. equal to pi by 4. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് f of x equal to x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ Fourier സീരീസ് കണ്ടുപിടിക്കണം ഓവർ ദ ഇൻ്റർവൽ മൈനസ് പൈ ടു പൈ. അപ്പോൾ മൈനസ് പൈ ടു പൈയിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ Fourier സീരീസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം ആ Fourier സീരീസിൻ്റെ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ Fourier സീരീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 1 മൈനസ്, അതായത് ആ റിസൾട്ടിൽ നമ്മൾ എന്തെങ്കിലും എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടണം. 1 മൈനസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 5 മൈനസ് 1 ബൈ 7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു 5 by 4 എന്നുള്ള ഈ റിസൾട്ട് ഏതിൽ നിന്ന് കിട്ടണം, ഈ എക്സിൻ്റെ Fourier സീരീസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ Fourier സീരീസ് കണ്ടുപിടിക്കുകയാണ് ഓൺ ദ ഇൻ്റർവൽ മൈനസ് പൈ ടു പൈ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് ഇൻ്റർവൽ തന്നിട്ടുള്ളത് മൈനസ് പൈ ടു പൈ. അപ്പോൾ മൈനസ് പൈ ടു പൈ ആണ് എന്ന് വെച്ചാൽ ഇത് ഏത് ഫോമിലാണ് എടുക്കുന്നത്, മൈനസ് പി ടു പി എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. അപ്പോൾ ഹിയർ പി ഇസ് ഈക്വൽ ടു പൈ ആണ്. പി പൈ ആണെങ്കിൽ ഇവിടെ Fourier സീരീസ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ പി എന്നാണ്. പി ഈക്വൽ ടു പൈ ആവുമ്പോൾ നമുക്ക് പൈയും ക്യാൻസൽ ആവും. എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്ന് മാത്രമേ ഉള്ളൂ അല്ല, എൻ പൈ എക്സ് ബൈ പൈ എന്ന് വരും, പൈയും ക്യാൻസൽ ആവും. ഇനി നമുക്കിതിൽ Fourier കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. എ നോട്ട് എ എൻ ബി എൻ. എ നോട്ട് കാണാനുള്ള ഫോർമുല 1 ബൈ പി ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, പൈ ആണ്. 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മൈനസ് പൈ ടു പൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ഈ 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 ബൈ 2 പൈ ഇൻറ്റു പൈ സ്ക്വയർ മൈനസ് പൈൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇൻറ്റു മൈനസ് പൈ സ്ക്വയർ എത്രയാണ്, പൈ സ്ക്വയർ മൈനസ് പൈൻ്റെ സ്ക്വയർ പൈ സ്ക്വയർ. അപ്പോൾ പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ എന്നാവും വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ടിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 0 ആണെന്ന് കിട്ടി. ഇനി അടുത്ത കോഎഫിഷ്യൻ്റ് എ എൻ ആണ്. എ എൻ കാണാനുള്ള ഫോർമുല 1 ബൈ പി ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി എന്നാണ്. പക്ഷെ പീരീഡ് പൈ ആയതുകൊണ്ട് എൻ പൈയും ക്യാൻസൽ ആവും. അപ്പോൾ പൈ പീരീഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പി ഈക്വൽ ടു പൈ ആണെങ്കിൽ എ നോട്ട് കാണാനുള്ള ഫോർമുല എല്ലാത്തിനും വ്യത്യാസം വരില്ല. എഫ് ഓഫ് എക്സ് ആകുമ്പോൾ കോസ് എൻ എക്സ് എന്ന് മാത്രമേ ഉള്ളൂ, കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്നേ ഉണ്ടാവുള്ളൂ. അതുപോലെ എ എൻ കാണുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് മാത്രം മതി. അതുപോലെ തന്നെ ബി എന്നിലും. അപ്പോൾ 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്, കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇവിടെ നോക്കാം എക്സും കോസ് എൻ എക്സും രണ്ട് എക്സിലുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട്. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ, കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇതിന് നമുക്ക് ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ കൊടുത്താൽ എന്ത് വരും, പൈ ഈ എൻ ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ പൈ ബൈ എൻ ഇൻറ്റു സൈൻ എൻ പൈ മൈനസ് എക്സിന് മൈനസ് പൈ എന്ന് കൊടുത്താൽ മൈനസ് പൈ ബൈ എൻ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എൻ പൈ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി ഈ 1 ബൈ എൻ പുറത്തേക്ക് എഴുതാം. ഈ മൈനസ് ഉണ്ട്, സൈൻ്റെ ഇൻ്റഗ്രൽ എന്താ, മൈനസ് കോസ് ആണ്. ഈ മൈനസും
സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസും കൂടെ പ്ലസ് ആയി സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1/n പുറത്തേക്ക് എടുത്തു സൈനിൻ്റെ ഇൻ്റഗ്രൽ കോസ് എൻ എച്ച് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് ആവാൻ കാരണം എന്താ സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ് ഈ മൈനസും കൂടെ പ്ലസ് ആക്കിയിട്ട് എഴുതി മൈനസ് പൈ ടു പൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു സൈൻ എൻ പൈൻ്റെ വാല്യൂ 0 സൈൻ ഓഫ് മൈനസ് എൻ പൈ എന്ന് വെച്ചാൽ മൈനസ് സൈൻ എൻ പൈ ആണ് അതും 0 ഈ ടേം ഫുള്ള് 0 ആയിപ്പോയി 1/π ഇൻറ്റു ഇവിടെ ഈ n നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ 1/n² ഇൻറ്റു ബാക്കിയുള്ളതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക കോസ് എൻ എച്ചിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് എന്ത് വരും കോസ് എൻ പൈ മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് പൈ ആണ് അപ്പോൾ കോസ് ഓഫ് മൈനസ് എൻ പൈ കോസ് എൻ എച്ചിന് വാല്യൂ കൊടുക്കുമ്പോൾ കോസ് എൻ ഓഫ് മൈനസ് പൈ എന്നാണ് ഇനി നമുക്ക് കോസ് ഓഫ് മൈനസ് എൻ പൈ എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു അല്ലെങ്കിൽ 1/n² പൈ എന്ന് എഴുതാം n² വിളിക്കട്ടു കോസ് എൻ പൈൻ്റെ വാല്യൂ -1/n കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയാണ് ദാറ്റ് ഈസ് കോസ് എൻ പൈ തന്നെയാണ് വരിക കോസ് ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ തന്നെ ഇപ്പോൾ കോസ് ഓഫ് മൈനസ് എൻ പൈ എന്ന് പറഞ്ഞാൽ കോസ് എൻ പൈ തന്നെയാണ് അപ്പോൾ -1/n മൈനസ് -1/n ടു വിച്ച് ഇസ് ഈക്വൽ ടു രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്തായിപ്പോയി 0 ആയിപ്പോയി അപ്പോൾ a0 0 an 0 ഇനി കണ്ടുപിടിക്കാനുള്ളത് bn ആണ് bn കാണാനുള്ള ഫോർമുല 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p ടു p f of x ഇൻറ്റു സൈൻ n പൈ h ബൈ p എന്നാണ് p ഈക്വൽ ടു പൈ ആവുന്ന കേസിൽ f of x ഇൻറ്റു സൈൻ n h dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π ടു പൈ p ഈക്വൽ ടു പൈ ആണ് f of x ഇൻറ്റു സൈൻ n h dx വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട് സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക ഫസ്റ്റ് ഫംഗ്ഷൻ എച്ച് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എച്ച് ബൈ എൻ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എച്ച് ബൈ എൻ ഡി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു -1/n നമുക്ക് പുറത്തേക്ക് എടുക്കാം എച്ചിന് പൈ എന്ന് കൊടുക്കുക അപ്പോൾ എന്ത് വരും -π/n ഇൻറ്റു കോസ് ഓഫ് എൻ പൈ മൈനസ് ഈ -π കൊടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ എഗെയിൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഇത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -π/n ഇൻറ്റു കോസ് എൻ പൈ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -π ആണ് അപ്പോൾ -π/n ഇൻറ്റു കോസ് ഓഫ് -n പൈ എച്ചിന് -π എന്ന് കൊടുത്തു മൈനസും കൂടെ പ്ലസ് 1/n പുറത്തേക്ക് എടുക്കാം ഇൻ്റഗ്രൽ കോസ് സൈൻ ആണ് അപ്പോൾ സൈൻ എൻ എച്ച് ഡിവൈഡഡ് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ -π ടു പൈ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു -π/n കോസ് എൻ പൈ ബൈ എൻ -π/n കോസ് എൻ പൈ മൈനസും പ്ലസ് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ് അപ്പോൾ പ്ലസ് π/n കോസ് എൻ പൈ എന്ന് വരും പ്ലസ് 1/n² പുറത്തേക്ക് എടുക്കുക സൈൻ എൻ പൈ മൈനസ് സൈൻ ഓഫ് -n പൈ അപ്പോൾ ഈ ടേം എന്തായാലും നോക്കാം ഒരു മിനിറ്റ് ഇവിടെ -π നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ എന്താ വന്നത് ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ എച്ചിന് പൈ എന്ന് കൊടുത്താൽ π/n ഈ മൈനസ് കൂടി ചേർത്തിട്ട് -π/n കോസ് എൻ പൈ എന്ന് എഴുതി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എച്ചിന് ഇവിടെ ഒരു -h/n ഉള്ളത് ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഈ മൈനസും കൂടെ പ്ലസ് ഇപ്പോൾ π/n മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്താ വരിക മൈനസ് എന്തുകൊണ്ടാണ് h/n നമ്മൾ h ഈക്വൽ ടു കൊടുക്കേണ്ടത് -π എന്നാണ് ഈ മൈനസ് എന്താണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എച്ചിന് -π എന്ന് കൊടുക്കുക അപ്പോൾ -π ഇൻറ്റു -1/n അപ്പോൾ മൈനസും പ്ലസ് π/n ഈ മൈനസ് തൊട്ട് മുമ്പ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ മൈനസ് മാത്രമേ ഉള്ളൂ പ്ലസ് ആവില്ല അപ്പോൾ എന്തോന്നു ഇവിടെ -π/n കോസ് എൻ പൈ മൈനസ് π/n കോസ് എൻ പൈ കാരണം കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ് ഇനി ഇവിടെ സൈൻ ഓഫ് എൻ പൈ ഉണ്ട് മൈനസ് സൈൻ എൻ പൈ ഉണ്ട് സൈൻ എൻ പൈ 0 അതുപോലെ മൈനസ് ഓഫ് എന്നുള്ളത് സൈൻ ഓഫ് മൈനസ് എൻ പൈ എന്നുള്ളത് മൈനസ് സൈൻ എൻ പൈ ആണ് എന്തായാലും അത് വാല്യൂ 0 അപ്പോൾ ബാക്കിയുള്ളത് എന്താണ് ഇവിടെ -π/n കോസ് എൻ പൈ
നമുക്കത് എടുത്ത് എഴുതാം. അപ്പോൾ 1/π ഇൻറ്റു നമുക്ക് വന്നത് 1/π ഇൻറ്റു nπ പുറത്തേക്ക് എടുക്കുക. കാരണം എന്താണ്, ഇവിടെ നമുക്കൊരു മൈനസ് വന്നിട്ടുണ്ട്. -π/n, ഇവിടെ -π/n ആണ്. ഈ n വെളിയിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, 1/nπ എന്ന് പുറത്തേക്ക് എടുത്തു. -π cos nπ മൈനസ് π cos nπ എന്നാണ് അല്ലേ. ഈ പൈ വെളിയിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ -π എന്നുള്ളത് -2π cos nπ ഡിവൈഡഡ് ബൈ nπ ആണ്. പൈയും പൈയും ക്യാൻസൽ ചെയ്തു. ബാക്കി വന്നത് എന്താണ്, -2 cos nπ/n. cos nπന്റെ വാല്യൂ എത്രയാണ്, -1/n ആണ് ഡിവൈഡഡ് ബൈ n. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് -1 ഇൻറ്റു -1/n എന്നാണ്. 2 ഇൻറ്റു -1 ഇൻറ്റു -1/n. am ഇൻറ്റു an, am+n. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്താൽ 2 ഇൻറ്റു -1 എന്നുള്ളതിന് -1 ഇൻറ്റു -1/n ആണ്. ദാറ്റ് ഈസ് -1/n+1 എഴുതാം. -1/1 ഇൻറ്റു -1/n -1/n+1 ഡിവൈഡഡ് ബൈ n. n ഈക്വൽ ടു 1 2 എക്സെട്ര. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് വാല്യൂസ് കിട്ടിയത് ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. f(x) a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos ns പ്ലസ് bn sin ns ആണ്. പക്ഷെ ഇവിടെ a0 കാണാനുള്ള ഫോർമുല 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p f(x) dx. a0ൻ്റെ വാല്യൂ നമുക്ക് 0 എന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ an-ൻ്റെ വാല്യൂവും കിട്ടിയിട്ടുള്ളത് 0 ആണ്. bn എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് മാത്രമേ നമുക്കുള്ളൂ. bn is equal to 2 ഇൻറ്റു -1/n+1/n. ഇനി കിട്ടിയ വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഫൊറിയർ സീരീസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore f(x) is equal to a0/2. a0 0 ആണ്. അപ്പോൾ 0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an ഇൻറ്റു കോസ് nx. an 0, bn ഇൻറ്റു സൈൻ nx. bnൻ്റെ വാല്യൂ 2 ഇൻറ്റു -1/n+1 ഡിവൈഡഡ് ബൈ n സൈൻ nx. അപ്പോൾ f(x) is equal to എന്ത് മാത്രമേ ഉള്ളൂ, സിഗ്മ n ഈക്വൽ ടു 1 to infinity 2 ഇൻറ്റു -1/n+1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു സൈൻ nx. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. n ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ എന്ത് വരും, ഈ 2 സമ്മേഷൻ നിന്ന് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എഴുതാം 2. ഇനി n ഈക്വൽ ടു 1 കൊടുത്താൽ -1/1+1. -1/1+1 എന്ന് വെച്ചാൽ -1ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1. 1/1 1 ഇൻറ്റു സൈൻ 1x, ദാറ്റ് ഈസ് സൈൻ x. n ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ 2 + 1 3, -1ൻ്റെ ക്യൂബ് -1. അപ്പോൾ -1/n ഈക്വൽ ടു 2 ആണ് കൊടുത്തത്. -1/2 സൈൻ 2x. n ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ ഇത് -1/4 എന്നാവും, ദാറ്റ് ഈസ് +1/n ഈക്വൽ ടു 3. അപ്പോൾ +1/3 സൈൻ 3x പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഫോറിയർ സീരീസ് 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1/2 സൈൻ 2x പ്ലസ് 1/3 സൈൻ 3x പ്ലസ് എക്സെട്ര. ഇനി നമുക്കറിയാം f(x) എന്ന് പറയുന്നത് എന്താണ്, f(x) is equal to h ആണ്. സിൻസ് f(x) is equal to h, ഇത് കണ്ടിന്യൂസ് ആണ് അല്ലെ, പോളിനോമിയൽ ആണ്, കണ്ടിന്യൂസ് ആണ് ആൻഡ് ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ എവറിവെയർ ആണ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -π to π എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒന്നല്ല തന്നിട്ടുള്ളത്, ഡയറക്റ്റ് ആയിട്ട് -π to π ആണ് ഇൻ്റർവൽ തന്നിട്ടുള്ളത്. f(x) is equal to h, ക്ലോസ്ഡ് ഇൻ്റർവൽ -π to π മുഴുവൻ f(x) എന്താണ്, h ആണ്. അതുകൊണ്ട് തന്നെ f(x) -π to π കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ബൈ കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ -π to πയിലെ f(x) ഈ ഫൊറിയർ സീരീസ് കൺവേർജസ് ടു f(x) ആണെന്ന് പറഞ്ഞു. therefore നമുക്ക് ഇങ്ങനെ ചെയ്താൽ സിഗ്മ n ഈക്വൽ ടു 1 to infinity 2 ഇൻറ്റു -1/n+1 by n sin nx, that is equal to 2 into sin x minus 1/2 sin 2x plus 1/3 sin 3x plus etc. is equal to Fourier series converges to f(x), that is a value is equal to f(x) ആണ്. Fourier series value equal to f(x). f(x) എന്ന് പറയുന്നത് എന്താണ് ഇവിടെ h. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ എഴുതിയത്, ബൈ ദ കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് തിയറം. എഫ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിൽ Fourier series converges to f(x) ആണ്. ഇവിടെ -π to π മുഴുവൻ f(x) എന്താണ്, കണ്ടിന്യൂസ് ആണ്.
എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, എഫ് ഡാഷും കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിളും ആണ്, എഫ് ഡാഷ് കണ്ടിന്യൂസും ആവും, കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, എഫ് ഡാഷ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. സോ ബൈ ദ കണ്ടീഷൻസ് ഓഫ് കൺവെർജൻസ് തിയറം Fourier series converges to f of x. Here f of x is equal to x. അപ്പോൾ Fourier series equal to എന്തെന്ന് എഴുതാം, x എന്ന് എഴുതാം. ഇനി നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. ഡെഡ്യൂസ് ദാറ്റ് 1 minus 1/3 plus 1/5 minus 1/7 plus etc. equal to pi by 4 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് എവിടെ നിന്ന് കിട്ടണം? ഈ Fourier സീരീസിൻ്റെ ഈ റിസൾട്ടിൽ നിന്ന് കിട്ടണം. അപ്പോൾ എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടേം വരണം? അതിൽ പറഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 into sin x minus 1/2 sin 2x plus 1/3 sin 3x plus etc. എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ. 2 into sin x minus 1/2 sin 2x plus 1/3 sin 3x plus etc. ആണ്. അപ്പോൾ എന്താ വന്നിട്ടുള്ളത്? കിട്ടിയത് തന്നെ ഒന്നുകൂടെ എടുത്ത ഇതാണ് 2 into sin x minus 1/2 sin 2x plus 1/3 sin 3x plus etc. equal to x. നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡിൽ എന്താണ്? പൈ ബൈ 4 എന്ന് കിട്ടണം അല്ലേ. റെഡ്യൂസ് ദാറ്റ് 1 minus 1/3 plus 1/5 minus 1/7 plus etc. equal to pi by 4 എന്നാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ പൈ ബൈ 4 എന്ന് കിട്ടണം. പക്ഷെ ഇവിടെ എന്ത് ഇൻറ്റു എന്ന് എഴുതിയിട്ടുള്ളത്? 2 into ഈ ടേം ഇസ് ഈക്വൽ ടു പൈ ബൈ ഈക്വൽ ടു എക്സ് എന്നാണ്. ഈ എക്സ് പൈ ബൈ 4 ആണ്. പക്ഷെ ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ. ഈ 2ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? ഇത് എക്സ് ബൈ 2 എന്നാവും. അപ്പോൾ എക്സ് ബൈ 2. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ശരിക്കും പൈ ബൈ 4 ആണ്. ഈ എക്സ് ബൈ 2നെ പൈ ബൈ 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓൾറെഡി 1/2 ഉണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? പൈ ബൈ 2 എന്ന് കൊടുത്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 എന്നാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് ബൈ 2 എന്നാവും. അപ്പോൾ ഈ എക്സ് പൈ ബൈ 4 ആവണമെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? ഓൾറെഡി 1/2 ഉണ്ട്. അപ്പോൾ 1/2 ഇൻറ്റു പൈ ബൈ 2 ചെയ്ത് എന്താവും? പൈ ബൈ 4 ആവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഈ റിസൾട്ടിൽ എക്സിന് പൈ ബൈ 2 എന്ന് കൊടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു സൈൻ പൈ ബൈ 2 മൈനസ് 1/2 ഇൻറ്റു സൈൻ 2 പൈ ബൈ 2 പ്ലസ് 1/3 ഇൻറ്റു sin 3 pi by 2 minus 1/4 into sin 4 pi by 2 plus 1/5 into sin 5 pi by 2 plus etc. equal to pi by 2 എന്നാണ് വരിക. That is equal to 2 into sin pi by 2 ൻ്റെ വാല്യൂ 1, 2 2 ക്യാൻസൽ ചെയ്തു, sin pi 0. അപ്പോൾ 1 minus 0 1/2 into 0 എന്ന് വരും. That is 1 minus 0 plus 1/3 into sin 3 pi by 2 sin 3 pi by 2 minus 1 sin 4 pi by 2 എന്ന് വെച്ചാൽ ഇവിടെ sin 2 pi എത്ര again 0 minus 1/4 into 0 plus 1/5 into sin 5 pi by 2 എന്ന് വെച്ചാൽ minus 1 plus etc. equal to pi by 2. That is equal to 2 into 1 minus 0 ആയി 1/3 into minus 1 minus 1/3 ഈ ടേം 0 മൈനസ് ഇവിടെ 1/5 ഇൻറ്റു ഈ ടേം 0 sin 5 pi by 2 ൻ്റെ വാല്യൂ sin 5 by 2 1 ആണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്ലസ് 1/5 അടുത്ത ടേം വരിക, അടുത്ത് വരണം 0 പിന്നെ മൈനസ് 1/7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു പൈ ബൈ 2. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് പൈ ബൈ 4. ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസൾട്ട് നോക്കാം. 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 ഈക്വൽ ടു പ്ലസ് എക്സെട്ര ഈക്വൽ ടു പൈ ബൈ 4. അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെഡ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അല്ലേ. അപ്പോൾ പ്രൂഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഫൊറിയർ സീരീസ് കണ്ടുപിടിച്ചു. ആ ഫൊറിയർ സീരീസിൻ്റെ റിസൾട്ടിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റിംഗ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ദ ഇൻ്റർവൽ -π to π. ഡെഡ്യൂസ് ദാറ്റ് രണ്ട് റിസൾട്ട് പറയുന്നുണ്ട്. 1/1 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു π² by 12.
അടുത്തത് 1/1 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/4 സ്ക്വയർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു 5² 6. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് സൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ π²/12 π²/6. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ f(x) = h² എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്ന് കിട്ടും, അതിൽ എച്ചിന് എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന്. കാരണം അതിൽ കൺവേർജൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയുക, ഫൊറിയർ സീരീസ് കൺവേർജസ് ടു f(x) ദാറ്റ് ഈസ് h² എന്നാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിൽ എച്ചിന് എന്ത് വാല്യൂസ് കൊടുക്കണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. f(x) = h²ൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. അതിനുശേഷം റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കാം.